ഹലോ, എല്ലാവർക്കും നമസ്കാരം. തൊഴിലില്ലാത്തവർക്ക്, ജോലിയില്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പുതിയ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച പുതിയൊരു നടപടിയാണ്. ജോലിയില്ലാത്തവരെല്ലാം തന്നെ പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം. ഞാൻ ഒന്ന് കാണിച്ചു തരാം. കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. 63 രൂപയുണ്ടായിരുന്ന വേതനം 520 രൂപയായും 177 രൂപ എന്നത് 560 രൂപയായും 152 രൂപ എന്നത് 620 രൂപയായും കൂട്ടിയിരിക്കുന്നു. 4 സെൻട്രൽ ജയിലുകളായി കഴിയുന്ന 3000-ലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും. തടവുകാരുടെ അന്തസ്സ് പ്രധാനമാണെന്ന് ഉത്തരവിലുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ 10 മടങ്ങ് കൂട്ടി. ഇനി കൂടുതൽ വിവരങ്ങളിലോട്ടൊന്നും നമ്മൾ പോകണ്ട. എത്രയും പെട്ടെന്ന്, അതായത് 63 രൂപ കിടന്നിടത്താണ് 520 രൂപയായിട്ട് സർക്കാർ തടവുകാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ സർക്കാരിനോട്. കാരണം ഒരാള് അയാളുടെ ഫിസിക്കൽ എഫേർട്ട് മുഴുവൻ എടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിളച്ചാൽ അയാൾക്ക് കിട്ടുന്ന രൂപ 900 മുതൽ 1000 വരെയാണ്. മാക്സിമം ആണ് 1000 പറയുന്നത്. പല പ്രദേശങ്ങളിലെയും കൂലി നിരക്ക് അനുസരിച്ച് അത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഇത് അവരുടെ 3 നേരത്തെ ആഹാരവും താമസവും ബാക്കി എല്ലാ എന്തെങ്കിലും ആശുപത്രി കേസ് വന്നാൽ അതും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ 520 രൂപ ഒരു ദിവസം കിട്ടുന്നത്. എന്ത് ലാഭം? ജീവിക്കാൻ വേറെ എന്ത് വേണം? അതായത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പണിയെടുത്തിട്ട് നമ്മുടെ കുടുംബത്തിന് ആ പൈസ അയച്ചു കൊടുക്കാം. പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ 3 നേരത്തെ ആഹാരവും നമ്മുടെ ഒരു പനി വന്നു ആശുപത്രി പോയാലാവും 1000 രൂപ. അതും എല്ലാ സർക്കാർ നോക്കിയിട്ട് നമുക്ക് ആ ശമ്പളം വീട്ടിലേക്ക് അയച്ചും കൊടുക്കാൻ പറ്റും. എന്ത് രസമാണല്ലേ? ചുമ്മാതല്ല, ഓരോ ദിവസം കഴിയുന്നവർ ഇവിടെ ജയില് കൂടി വരുന്നതും ക്രിമിനൽസ് കൂടി വരുന്നതും. അതുപോലെ തന്നെ ഒരു രാജ്യത്ത് ജയിലുകൾ പുതിയതായിട്ടുണ്ടായി അല്ലെങ്കിൽ സബ് ജയിലുകൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ രാജ്യം പുരോഗതിയിലേക്കല്ലല്ലോ. അത്രയും ക്രൈംസ് അവിടെ കൂടി. പ്രതികളെ ഉൾക്കൊള്ളാൻ സ്ഥലമില്ല. ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഭക്ഷണം? മട്ടൻ, ചിക്കൻ, പിന്നെ മുട്ട. പണ്ടത്തെ പോലെ ഗോതമ്പുണ്ടൊന്നും ഇല്ല അവിടെ. എന്താ നമ്മുടെ സ്കൂളിലെ പിള്ളേർക്ക് കൊടുക്കുന്നത്? എന്താ സ്കൂളിലെ പിള്ളേർക്ക് റേഷനരി ചോറും സാമ്പാറോ ഒരു തോരൻ, അല്ലെങ്കിൽ മോര് ഒരു തോരൻ, അല്ലെങ്കിൽ പുളിശ്ശേരി ഒരു തോരൻ, അല്ലെങ്കിൽ അച്ചാറ്. ആഴ്ചയിൽ ഒരു ചിക്കനൊക്കെ ഉണ്ട്. അപ്പൊ ഈ മട്ടനും ചിക്കനും ഒക്കെ വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൂടെ? ഈ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് അതിന്റെ കൂടെയാണ് അവിടുന്ന് ജോലി ചെയ്യുന്നതിന് ശമ്പളവും കൊടുക്കുന്നത്. അപ്പോ ഈ PSC ടെസ്റ്റ് ഒക്കെ എഴുതി അല്ലെങ്കിൽ തൊഴിലില്ലാ വേതനത്തിനൊക്കെ അപ്ലൈ ചെയ്ത് ഇപ്പൊ സ്ത്രീകൾക്ക് 1000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ ഇറക്കിയിട്ടുണ്ടല്ലോ. ആ 1000 രൂപ മേടിക്കാനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് ഒരു പ്രൊമോട്ട് ചെയ്യുന്ന വിധമാണ്. അതായത് എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു കുളിർമ നൽകുന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത ഇപ്പം പുതിയ ഓർഡർ ഇറക്കിയിരിക്കുന്നതും മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. കഷ്ടം അല്ലാതെ എന്ത് പറയാൻ. 63 രൂപ കിടന്നിടത്തുനിന്ന് 520 വർദ്ധിപ്പിച്ചു. 120 കിടന്നിടത്തുനിന്ന് 600 സംതിങ് ആയി വർദ്ധിപ്പിച്ചു. ഈ വർദ്ധിപ്പിച്ചത് ജയിലിലെ കൂലിയാണ് കേട്ടോ. ഈ ജയിലിൽ വന്ന് കിടക്കുന്നവരൊന്നും പുണ്യാത്മാക്കളല്ല. അതായത് 5 വയസ്സും 6 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുകയും അതുപോലെ തന്നെ ഒത്രയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ തീവണ്ടിയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുകയും അച്ഛനെയും അമ്മയും കുത്തിക്കൊല്ലുകയും സഹോദരങ്ങളെയും കൂടപ്പിറക്കുകളെയും മൊത്തം കുത്തിക്കൊല്ലുകയും കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് സമൂഹത്തിന് വൻ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്ത ക്രിമിനൽസ് ആണ് ജയിലിൽ കിടക്കുന്നത്. അല്ലാതെ ഗാന്ധിജിയെ പോലെ ഉപ്പു സത്യാഗ്രഹം നടത്തുന്നവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിയവരും ഒന്നും അവിടെ കിടപ്പില്ല. ഇങ്ങനെ മഹാത്മാക്കളാക്കി ചിത്രീകരിച്ച് നല്ല ഫുഡും കൊടുത്ത് ഇപ്പൊ ജയിലിൽ ഓണറേറിയം കൂടെ കൂട്ടി കൊടുക്കുകയാണ്. എന്ത് പോക്കാണ് നമ്മുടെ രാജ്യം പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രദേശം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എന്ത് പോക്കിലേക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ക്രിമിനൽസിനെയും ജയിൽ പുള്ളികളെയും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, എന്നാൽ കുറ്റവാളി ഒരിക്കലും രക്ഷപ്പെടരുത്. അത് തന്നെയാണ് എൻ്റെ ഭാഗം. പക്ഷേ ഈ ഓണറേറിയം കൂട്ടിയത് ഇച്ചിരി കൂടിപ്പോയി. PSC ടെസ്റ്റ് എഴുതി ജോലിയില്ലാതെ വിഷമിക്കുന്നവരും ആത്മഹത്യയുടെ വക്കി നിൽക്കുന്നവരെയൊക്കെ എനിക്ക് കുറെ അറിയാം. അവരൊക്കെ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്ത് ജയിലിലേക്ക് പോയാൽ ജോലിയുണ്ട്, ഫുഡുണ്ട്, മെഡിക്കൽ എത്തിക്സ് ഫ്രീ ആണ്, ഡ്രസ്സ് ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ് കേട്ടോ. നല്ല മോട്ടിവേഷനാണ് സർക്കാർ. നന്നായിരിക്കുന്നു.